ഇത് ചൈനീസ് ബ്രാൻഡിന്റെ 1/12 സ്കെയിലിൽ 4x4 അക്രോസ് ആണ്. ഇതിന് വരുന്ന ഡിഫ് എന്ന് വെച്ചാൽ രണ്ട് മോഡൽ മെറ്റീരിയലാണ് കമ്പനിക്കാർ ഇതിന്റെ ഡിഫ് ഇറക്കണേണ്ട. ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് അലൂമിനിയം ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് രണ്ടാമതും ഇതേപോലെ നമ്മൾ അലൂമിനിയം അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ വീണ്ടും ആ ഒരു ഡിഫറൻഷ്യലി കംപ്ലൈന്റ് ആയി പോകും. അപ്പൊ നമുക്ക് ഇനിയും വീണ്ടും ഇതിന് ഡിഫ് കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പക്ക മെറ്റൽ ഡിഫറൻഷ്യലാണ് ഈ ഒരു RCക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് ഇവരുടെ കമ്പനി ഇറക്കുന്നല്ല, ഇത് വേറെ കമ്പനിയാണ് ഇതിന്റെ ഈ ഒരു അപ്ഗ്രേഡ് സ്പെയർ പാർട്സുകൾ ഇറക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മെറ്റൽ ഡിഫറൻഷ്യൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് വണ്ടിയിലായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഡിഫറൻഷ്യലി മെറ്റലിലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടടാ. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലെ ഡിഫും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലായിട്ട് സെറ്റ് ചെയ്ത് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടടാ. അടുത്തത് നമുക്ക് ഇനി ഇതിൻ്റെ ഫ്രണ്ട് അഴിച്ച് ഫ്രണ്ടിലെ ഡിഫും കൂടി ഒന്ന് മെറ്റലാക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു അക്രോസിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഡിഫറൻഷ്യൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അലൂമിനിയത്തിൻ്റെ ഇതൊക്കെ മാറ്റി നമുക്കിത് മെറ്റലിലായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ഡിഫറൻഷ്യലിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ടടാ. നമുക്കിതൊന്ന് വണ്ടിയിലായിട്ട് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ആ ഒരു അക്രോസിൻ്റെ ഡിഫിനകത്ത് വരുന്ന പാർട്സുകളാണ്. ഡിഫും അതേപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റിലൊക്കെ വരുന്ന പാർട്സുകളാണ്. ഇതൊക്കെ മൊത്തം അലൂമിനിയം ഉണ്ട്. ഇത് ഫുള്ള് നമ്മൾ മാറ്റിയിട്ട് അത് ഫുള്ള് നമ്മൾ മെറ്റലാക്കിയാണ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. വണ്ടികളൊക്കെ ഇതിലും പെർഫോമൻസ് ആണ്. നമുക്ക് കൈ കൊടുക്കാൻ പറ്റുള്ള വണ്ടി നല്ല ഗ്രൗണ്ടിലൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് പറപ്പിക്കാൻ പറ്റൂടെ. ഇനി ആ ഒരു ഡിഫിൻ്റെ കംപ്ലൈൻറ്റ് ആയാലും ഈ വണ്ടിക്ക് വരില്ലടാ.